മോളെ അച്ഛനെ വിളിച്ചേ? ഈ രാത്രി ഷട്ടൊക്കെ ഇട്ട് എവിടെ പോകുന്നു? നിന്റെ മോക്ക് ആക്സിഡന്റ് ആയി, നീ പെട്ടെന്ന് വണ്ടി എടുക്ക്, എനിക്ക് ഇപ്പൊ തന്നെ പോണം. ആക്സിഡന്റ്? അച്ഛൻ്റെ മോളല്ലേ താനിക്കുന്നത്? അച്ഛ എന്തു പറ്റി അച്ഛ? സ്വപ്നം വല്ലതും കണ്ട? അച്ഛൻ കൂടെ ആലോചിക്കുന്നു വേണ്ട. ഇനി ഞാൻ മരുന്നെടുത്ത് കൊടുക്കും, ഉറങ്ങട്ടെ. ഉറങ്ങിയാടി. നാളെ തൊട്ട് സെഡേഷൻ്റെ അളവ് കൂട്ടാൻ പറയുന്നുണ്ട്. വാ. അച്ഛൻ മരുന്ന് കഴിച്ചായിരുന്നോ? മരുന്ന് കഴിച്ചോന്ന്? ഇന്നേ ജോസ് ചേട്ടൻ്റെ കാശ് കൊടുക്കേണ്ട ദിവസമാണ്. അച്ഛൻ ഇതാ ഇതിലൊന്ന് നോക്കട്ടെ. ജോസിന് കൊടുത്തായിരുന്നല്ലോ. ആര് കൊടുത്തു? അച്ഛൻ ഡയറി തുറന്ന് നോക്കി. ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇരുന്ന് നോക്കട്ടെ. അച്ഛൻ നേമത്തുള്ള അറസ്റ്റിൻ്റെ ആധാരം കിട്ടിയായിരുന്നോ? ആധാരം? ഇല്ല. എന്ത് ചോദിച്ചാ? അച്ഛനിൽ ഇന്നലെ ആധാരം കണ്ടോ ചോദിച്ചത്. അതും മറന്നു അതിനിടയ്ക്ക്. പിന്നെ ജോസേട്ടന് കാശ് കൊടുത്ത ഡയറി ഒന്ന് എഴുതി വെച്ചേക്കെ. പിന്നെ അതും മറക്കും അച്ഛൻ. എന്തോ ടീച്ച, എന്തെങ്കിലും വേണോ? നീ ഒന്ന് ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അച്ഛൻ കഴി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അച്ഛാ, 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 ചേട്ടാ എന്തോ? ഞാൻ നിന്നെ എത്ര വിളി വിളിച്ചു? മുകളിൽ കയറി പോയി പടിയിൽ സ്ലിപ്പായി വീണു. അച്ഛ ഇരിക്ക. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ മോളിൽ കയറി പോവല്ലെന്ന്. ഇപ്പൊ എന്തായി? അച്ഛൻ ഇതുവല്ലോ അറിയണോ? ബാക്കിയുള്ളവരെല്ലാം ഇവിടെ കിടന്ന് നോക്കാൻ കഷ്ടപ്പെടുന്നു. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്ന് വീഴോ? അച്ഛ കാലെവിടെയെങ്കിലും ഇടിച്ചോ? നല്ല വേദന ഉണ്ടോന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നീ ഇതെവിടെ? ഞാൻ വെറുതെ ആരെന്നിട്ടുണ്ട് ഇവിടെ. എടാ, ഒന്ന് ആക്സിഡൻ്റ് ആയി കാല് ഫ്രാക്ചറായ ശേഷം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒന്ന് ഫിസിയോതെറാപ്പി അറ്റൻഡ് ചെയ്ത ശേഷം റിക്കവറായി. പിന്നെ നിനക്ക് എൻ്റെ മോൻ്റെ കാര്യം അറിയില്ലേ? 4 വയസ്സ് കഴിഞ്ഞിട്ടും നേരെ സംസാരിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ സ്പീച്ച് തെറാപ്പി സെഷൻ മോളിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഉണ്ണി, നീ കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. മലന്നാ സാറേ, സുഖമാണോ? അല്ല, നീ എന്ത് സാറിൻ്റെ കൂടെ? സാറ് 2 ആഴ്ച മുമ്പ് സ്റ്റെപ്പിൽ നിന്ന് വിട്ടെ, കാലൊരു മൈൽഡ് ഡിസ്ലൊക്കേഷൻ. അപ്പം പിന്നെ പുള്ളിക്കാരനൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് കരുതി ആര് പറഞ്ഞിട്ട് ഞാനിവിടെ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകുന്നു. ആരാ ഉണ്ണിയത്? ഫ്രണ്ടാണോ? സാറേ, എന്നെ മനസ്സിലായില്ലേ? അരവിന്ദ്. ഇപ്പോൾ കാലങ്ങളുണ്ട് സാർ.
കുഴപ്പമില്ല, മരുമോൻ കൂടെ ഉള്ളതുകൊണ്ട്. ഈ സ്വെല്ലിംഗ് ഉള്ള ഭാഗത്തെ ഇതുപോലെ ഐസ് ബാഗ് വെച്ചു കൊടുത്താൽ മതി. ഡോക്ടർ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഇപ്പം ലെഗിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ഓക്കെയാണ്. മൈൽഡ് സ്പ്രെയിൻ ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ജോയിൻസ് സൂപ്പർ സ്റ്റേബിളാണ്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ മാക്സിമം ഫിസിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അച്ഛൻ ഇപ്പം എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഞാൻ കുറച്ച് സിമ്പിൾ എക്സസൈസ് ഒക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ ഓക്കെ ആണ്. എനിക്ക് അധികം വേദനയുള്ള എക്സസൈസ് ഒന്നും പറഞ്ഞു തരല്ലേ. വയസ്സാം കാലത്ത് എനിക്കിനി അതൊന്നും ചെയ്യാൻ വയ്യ. അതോർത്ത് അച്ഛൻ ടെൻഷൻ ആവണ്ട. റീഹാബി ഹെൽത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേസർ തെറാപ്പി, കപ്പിംഗ് തെറാപ്പി ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നത്. പേഷ്യൻസിന് ഏറ്റവും മിനിമം പെയിനിൽ മാക്സിമം ഫാസ്റ്റ് റിക്കവറി കൊടുക്കാം. അതാണ് നമ്മുടെ ഫോക്കസ്. ഇപ്പം അച്ഛൻ്റെ ഈ കാലിൻ്റെ പ്രശ്നമില്ലേ, അത് മാത്രമല്ല, ന്യൂറോ, ഓർത്തോ, പീഡിയാട്രിക്സ്, പിന്നെ ഈ സ്പോർട്സ് ഇഞ്ചറി, അങ്ങനെ എല്ലാവിധ റീഹാബ് ആവശ്യങ്ങൾക്കും ഇവിടെ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടും. എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ സ്ട്രോക്ക് വന്നിട്ട് ഒരു സൈഡ് ഫുള്ള് തളർന്നു പോയായിരുന്നു. കാരണം പുള്ളി മെൻ്റലി ഫിസിക്കലി ഭയങ്കര ഡൗൺ ആയി പോയ സമയത്ത്. അപ്പോഴാണ് ഇവിടുത്തെ ഫിസിയോതെറാപ്പി ടീമിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും സപ്പോർട്ടിലാണ് പുള്ളി ഒന്ന് റിക്കവർ ആയത്. അതാണ് അച്ഛൻ ഇവിടെ തന്നെ കൊണ്ടുവന്നത്. ഡോക്ടറെ, അച്ഛൻ എന്തോ കാണിക്കുന്നത്? ഡോക്ടർ പറഞ്ഞ് ശ്രദ്ധിക്കേ. നിൻ്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആ കളവനെ ശ്രദ്ധിക്കണം. എന്നാ ഡോക്ടറിൻ്റെ അടുത്ത് ഈ ഫോട്ടോ കാണിക്കുന്നു. ഞാൻ കണ്ടോണ്ട് ഇഷ്ടപ്പെട്ടു. അതാ കാണും. ഈ ഫോട്ടോ അങ്ങേർക്ക് എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയാൻ പാടില്ല. തക്ക സമയത്ത് ഞാൻ കണ്ടോണ്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ എല്ലാ പ്ലാനും തുറപ്പൊളിക്കും. എടീ, നമ്മൾ വിചാരിച്ച കാര്യം നടക്കുന്നവരെ നീ ആ കിളവൻ്റെ കൂടെ തന്നെ കാണണം. ഒരു പിഴവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല, കേട്ടോ? പിന്നെ ഇതിലെന്തൊക്കെയൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വേണ്ടാതൊക്കെ എടുത്ത് കീറി കത്തിരികള. അച്ഛ, വിശക്കണുണ്ടോ? കഴിക്കെടുക്കട്ടെ. മോളെ ജെന്നി, കപ്പലിൽ നിനക്ക് അലർജി ആണെന്ന് അറിഞ്ഞൂടെ? ശ്വാസം മുട്ടൽ വരും. മോളെ ജെന്നി, കപ്പലിൽ നിനക്ക് അലർജി ആണെന്ന് അറിഞ്ഞൂടെ? ശ്വാസം മുട്ടൽ വരും. ജെന്നി, എടി ജെന്നി, എന്തെങ്കിലും സാധനം വെച്ചാൽ വച്ചെടുത്ത് കാണൂല. എന്താ അച്ഛാ? എന്റെ ഫയൽ എവിടെ? എനിക്കിന്ന് മീറ്റിംഗ് ഉള്ളതാണ്. ഒന്നാമതേ ലേറ്റായി. ആ മേശപ്പുറത്ത് അങ്ങനെ ഉണ്ടാന്ന് നോക്ക്. അച്ഛൻ ഓഫീസിൽ നിന്ന് റിട്ടയർ ആയി 6 വർഷമായി. 6 വർഷമോ? എടി, നിന്റെ അച്ഛനെ നീ നോക്കിയാ എന്ത്, വേറെ ആരെങ്കിലും നോക്കിയാ എന്ത്? എന്തായാലും അങ്ങേർക്കൊന്നും ഓർമ്മ കാണാൻ പോണില്ലല്ലേ. അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ നോക്ക്. ഞാൻ വരാം. അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സിനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും ഈ വീക്ക് ശരിയാവും. ആ, ശരി ശരി. ആരാ?
ഞാൻ അരവിന്ദ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിട്ട് വരുന്നതാണ്. ഇവിടെ ഹോം നേഴ്സിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആ അതെൻ്റെ അച്ഛനെ നോക്കാനാ. പുള്ളിക്ക് ഇച്ചിരി ഓർമ്മ കുറവുണ്ട്. മുന്നേ നോക്കിക്കൊണ്ടിരുന്ന ആൾ പോയതുകൊണ്ട് 3 മാസമായിട്ട് ഞാനാണ് നോക്കുന്നത്. അപ്പം നെക്സ്റ്റ് വീക്ക് എനിക്ക് എന്തായാലും US പോകണം. ജെന്നി, നീ കഴിക്കാൻ ഫുഡ് എടുക്കും. അച്ഛൻ കുറച്ച് മുമ്പല്ലേ ഫുഡ് കഴിച്ചത്? ഹലോ, എപ്പോ? ഞാൻ പറയാം. ആരാ? എൻ്റെ ഓഫീസിൽ നിന്നാണോ? സർ, US വെച്ച് ജെന്നി മാഡം ഹസ്ബൻഡ് പോയ കാർ ആക്സിഡൻ്റ് ആയി. ആക്സിഡൻറ്റാ? ഞാൻ ഇന്നലെയും കൂടെ അവളെ വിളിച്ച് കണ്ട് സംസാരിച്ചല്ലേ ഉള്ളൂ. നീ ഇവിടെ വന്നേ, ഞാൻ വിളിക്കാം. മോളെ ജെന്നി, മോളെ ജെന്നി, ജെന്നി, ജനനി, ജനനി. അച്ഛാ, എന്താ പറഞ്ഞ? ജനനി. അച്ഛ, എൻ്റെ പേര് ആര്യന്നല്ലേ. കൊച്ചിലല്ലേ അച്ഛ എന്നെ ജനനി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഞാൻ കാണിച്ചു തരാം. അച്ഛ കണ്ട, ഇതച്ഛൻ, ഇതച്ഛൻ്റെ മോൾ ആര്യ. ഞാൻ ഓക്കെ അല്ലേ? കളറങ്ങിയടി. എന്തു പറ്റി? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എടി, ആ കളവന് പവർ ഓഫ് അറ്റോണി അടുത്ത ആഴ്ച സൈൻ ചെയ്ത് കഴിഞ്ഞാലേ ഈ മുഴുവൻ സ്വത്തും പിന്നെ നമ്മളാണ്. പിന്നെ ഞാനിവിടെ കിടന്നൊരു വരസ പോളെ. പിന്നെ കൂടുതൽ മനക്കോട്ടയൊന്നും കെട്ടണ്ട. അങ്ങേർക്കാണെങ്കിൽ ഇടയ്ക്ക് ഓർമ്മയൊക്കെ വരുന്നുണ്ട്. എടി, ഓർമ്മ വന്നാലും അപ്പം തന്നെ പോവില്ലേ? കൂടി പോയി ആ ഡയറിയിൽ എഴുതുമായിരിക്കും. അത് നമ്മളപ്പം തന്നെ കീറി എടുത്ത് കത്തിച്ച് കളയൂലേ? പിന്നെ ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. വേറെ വല്ല ജോലി നോക്കാം. ചേട്ടാ, ഞാൻ പറയണ വല്ലതും കേട്ടായിരുന്നോ? എടി, ആ കിളവന് മറവി രോഗമെന്നല്ലേ പറഞ്ഞത്. ഇനി എന്തായാലും അയാളെ മോള് തിരിച്ച് വരാനും പോണില്ല. ആ, അതുകൊണ്ട് സർ, എന്തെങ്കിലും വേണോ? ആരാ? ഞാൻ ഹോം നേഴ്സ്. ആ കിളവൻ എന്തിൻ്റെ ഈ വയസ്സാം കാലത്ത് ഇത്രയും സ്വത്ത്? നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അത് മുഴുവൻ നമ്മളെ കയ്യിലിരിക്കും. എങ്ങനെ? നമുക്ക് നോക്കാം. അച്ഛാ, എന്താ അച്ഛാ നോക്കണത്? സ്വന്തം മോളെ കണ്ടിട്ട് മനസ്സിലായില്ലേ? എടി, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ് പോണത്. അന്നത്തെ എൻ്റെ ബുദ്ധി കൊണ്ട് നീ അങ്ങേരെ മോളുമായി, ഞാൻ മരുമോനുമായി. അയാളുടെ എല്ലാ പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സും ഞാൻ തക്കി പിടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ ഓക്കെ, പക്ഷെ ഇത് കഴിയുന്നവരെ എനിക്കൊരു സമാധാനവും ഇല്ല. എടി, ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിലേ ഇതും നമ്മളെ കൊണ്ട് പറ്റും. നീ ധൈര്യമായിട്ട്. സാറല്ലേ, ഓക്കെ അല്ലേ? ഹരിസാറാണെന്ന് വരുമെന്ന് പറയുന്നത്. പുള്ളിക്കാരിന്ന് ലീവില്ല. തനിക്ക് കാര്യം നടന്നാൽ പോരെ? താച്ചനെ വിളിക്കും. അച്ഛാ, രജിസ്ട്രാർ വന്നിട്ടുണ്ട്. എന്തിനാ മോളെ? അച്ഛനല്ലേ ഇന്ന് എൻ്റെ പ്രോപ്പർട്ടീസൊക്കെ എൻ്റെ പേരിലാക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത്. പവർ ഓഫ് അറ്റോണിയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ വന്നൊന്ന് സൈൻ ചെയ്താൽ മതി.
വാച്ച. സാർ ഇവിടെ നിന്ന് സൈൻ ചെയ്യണം. എന്തുവാണ് ഇത്? സാർ എന്താന്ന് വെച്ചാ ഇത്? സോറി സാർ, സുഖമില്ലാത്ത. എടോ, പുള്ളിക്ക് വയസ്സായി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയോണ്ടാ ഞാൻ ഇതെല്ലാം കൂടെ തൂക്കിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോൾ പുള്ളിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണോ അതോ സ്വബോധം ഇല്ലാത്തതുകൊണ്ടാണോ? എന്താ ഉണ്ണി നിന്ന് പെരുങ്ങുന്നത്? നീ വിചാരിച്ച പോലെ നടന്നില്ലേ? സാറേ, ബാലേന്ദ്രൻ സാറിൻ്റെ ഡിമെൻഷ്യ. ഇവള് സാറിൻ്റെ മോളല്ല, സാറിനെ നോക്കാൻ വന്ന ഹോം നേഴ്സ. എടാ ഉണ്ണി, നീ ആ ഹോസ്പിറ്റലിൽ കിടന്ന് ഓവർ ആക്ട് ചെയ്തപ്പോഴേ ഞാൻ നിന്നെ നോട്ട് ചെയ്തതാ. സാറേ, എന്നെ മനസ്സിലായില്ലേ അരവിന്ദ്? ഇപ്പോൾ കാലങ്ങളുണ്ട് സാർ. കുഴപ്പമില്ല, മരുമകൻ കൂടെ ഉള്ളതുകൊണ്ട്. ചേട്ടൻ വന്നേ. അറിയാം സാറിൻ്റെ അവസ്ഥ അറിയാം. ഡിമെൻഷ്യയുടെ പ്രശ്നം വളരെ കൂടുതലാണ്. എന്നിടയ്ക്ക് മോനെന്ന് മരുമോനെന്ന് കുടിക്കും. പിന്നെ സാറിൻ്റെ ഒരു വിഷമം ഉണ്ടാകുന്ന എഴുതിയിട്ട് ഞാൻ പിന്നെ മാറ്റി പറയും. അതാ ബാലചന്ദ്രൻ, ഞാൻ മറ്റേ വിളിച്ചു. സാറേ, ഞാൻ ഇറങ്ങട്ടെ. എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്നിട്ട് ഒരു സൈഡ് ഫുള്ള് തളർന്നു പോയായിരുന്നു. അതാണ് പുള്ളി മെൻ്റലി ഫിസിക്കലി ഭയങ്കര ഡൗൺ ആയി പോയ സമയത്ത്. അപ്പോഴാണ് ഇവിടുത്തെ ഫിസിയോതെറാപ്പി ടീമിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും സപ്പോർട്ടിലാണ് പുള്ളി ഒന്ന് റിക്കവർ ആയത്. അതാണ് അച്ഛൻ ഇവിടെ തന്നെ കൊണ്ടുവന്നത്. ഡോക്ടറെ, എന്തോ കാണിക്കുന്നത്? ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കേ. നീ എന്ത് കരുതി? എല്ലാ കാലവും ഈ പാവത്തിനെ പറ്റിക്കാന്നാ? ഡയറിയിലെ കുറച്ച് പേജ് കീറി കളഞ്ഞാൽ ആരും ഒന്നും അറിയില്ല നീ കരുതിയ? 4:21. അപ്പോൾ ഇടയ്ക്കുള്ള പേജൊക്കെ ഇനി നീ ഒന്ന് ആലോചിച്ചു. നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നത്. അന്നത്തെ എൻ്റെ ബുദ്ധി കൊണ്ട് നീ അങ്ങേരെ മോളുമായി, ഞാൻ മരുമോനുമായി. അയാളുടെ എല്ലാ പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സും ഞാൻ തക്കി പിടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ ഓക്കെ, പക്ഷെ ഇത് കഴിയുന്നവരെ എനിക്ക് ഒരു സമാധാനവും ഇല്ല. പിന്നെ ജോസേട്ടന് കാശ് കൊടുത്ത ഡയറി ഒന്ന് എഴുതി വെച്ചേക്കേ. പിന്നെ അത് മറക്കു വെച്ചു. എടാ ഉണ്ണി, പൈസയ്ക്ക് വേണ്ടി നീ ആർത്തി പിടിച്ച് ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പം എന്തായി? സാറേ, ബാലേന്ദ്രൻ സാറിൻ്റെ മകളും മരുമോനും മരിച്ചതുപോലും ഇവർ സാറിൽ നിന്ന് മറച്ചു വെച്ചു. ഓ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ആൾമാറാട്ടം, സ്വത്ത് കൈക്കലാക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ, ഇതും പോരാ ഇനി തെളിവ് നശിപ്പിക്കൽ. എല്ലാം കൂടെ ഒരു 10-15 വർഷം അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ടല്ലോ രണ്ടിനും. ഇതൊക്കെയാണ് സാർ അവിടെ നടക്കുന്നത്. സാറിന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്.
താൻ പോക്കോ, ഞാൻ നോക്കിക്കോളാം. മനുഷ്യൻ സ്വന്തം സ്വാർത്ഥതയ്ക്കും പണത്തിനും വേണ്ടി ഏതറ്റം വരെ പോകുന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ വീഡിയോ. ഓർമ്മ നശിച്ചുപോയി സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയെ ദ്രോഹിച്ചിട്ടാണേലും കുഴപ്പമില്ല, നമുക്ക് സുഖിച്ച് ജീവിക്കണം. ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ലൈഫിൽ എന്തേലും സന്തോഷം കിട്ടും. ഇന്ത്യയിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 88 ലക്ഷം പേരാണ് ഡിമെൻഷ്യ ബാധിതരായിട്ട് ജീവിക്കുന്നത്. അതിൽ 10-9 പേർക്കും വേണ്ടത്ര പരിചരണം ലഭിക്കുന്നില്ല. മറവി രോഗമുള്ള മാതാപിതാക്കളെ എത്ര നന്നായിട്ട് നോക്കിയിട്ട് ഒരു കാര്യവും, കാരണം അവർക്കൊന്നും ഓർമ്മ കാണാൻ പോകുന്നില്ല. ഇങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഓർക്കുക, നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമുക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. അന്ന് നമ്മളെ ജീവന് തുല്യം സ്നേഹിച്ചവരാണ് ഇവർ. അവർക്ക് ചിലപ്പോൾ നമ്മളെ ഓർമ്മയില്ലായിരിക്കും, പക്ഷേ നമ്മളവരെ മറക്കേണ്ടതുണ്ടോ? എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വം ഇത്തരം വീഡിയോസിലൂടെയെങ്കിലും തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതയം നൽകുന്ന. Step into better health with Rehabi Physiotherapy and Rehabilitation.